തുറന്നെഴുത്തിന്റെ തീവ്രഭാവത്തിലൂടെ തന്റെ ജീവിതത്തിലെ പച്ചയായ സംഭവങ്ങളെ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിദംബരസ്മരണയിൽ. താൻ നടന്നുവന്ന ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ വ്യക്തികളുടെ ജീവിത സന്ദർഭങ്ങളാണ് അദ്ദേഹം തന്റെ രചനയിൽ കുറിച്ചിട്ടത്. തന്റെ മകന്റെ ചുഴലിദീനം മാറ്റാൻ ആണ്ടിലൊരിക്കൽ പഴനിദർശനവും തൈപ്പൂയത്തിന്റെ അന്ന് നാവിൽ ശൂലം കയറ്റി കാവടിയാടുകയും ചെയ്യുന്ന അയ്യാവു ചെട്ടിയാർ, തേങ്ങാവെട്ടും എണ്ണച്ചക്കും മാത്രമായി ജീവിച്ച അയ്യാവു ചെട്ടിയാർ ഒടുവിൽ തന്റെ മകന്റെ ചേതനേറ്റ ശരീരം കൺമുന്നിൽ കണ്ടപ്പോഴും നെഞ്ചു പൊട്ടുമാറി ആണ്ടവ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഓടിയെത്തിയതും മുരുകന്റെ നടയിൽ തന്നെയായിരുന്നു. പിതൃദുഃഖത്തിന്റെ അഗ്നിക്കാവടി പേറിയ അയ്യാവു ചെട്ടിയാർ. ചോരയുടെ യഥാർത്ഥ വിലയെക്കുറിച്ച് നമ്മയും എഴുത്തുകാരനെയും ഒരുപോലെ ചിന്തിപ്പിച്ച കൃഷ്ണൻകുട്ടി. മരുമകളുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ അലുമിനിയം പാത്രത്തിൽ കുറച്ചു നാണയത്തുട്ടുകളും മറുകൈയിൽ വേളാങ്കണ്ണി മാതാവിന്റെ പടവും വാടിയ റോസാപ്പൂവുമായി നടന്നു വന്ന ഉണങ്ങി വരണ്ട കാൽപ്പാടുകൾ. കഴിഞ്ഞില്ല. ദക്ഷിണാഫ്രിക്കയിൽ വിമോചന പോരാട്ടത്തിന്റെ ഭാഗമായി വെള്ളക്കാർ കൊന്നൊടുക്കിയ തന്റെ 4 ആൺമക്കളുടെ ഓർമ്മയ്ക്കായി 4 കൈവിരലുകൾ വെട്ടിമാറ്റിയ മാർത്ത അമ്മൂമ്മ. അങ്ങനെ ഒത്തിരി അനേകം കഥാപാത്രങ്ങളുടെ യഥാർത്ഥത്തിൽ ജീവനുള്ള വ്യക്തികളുടെ സംഗമമായിരുന്നു ചിദംബരസ്മരണ. മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ക് കൈത്താങ്ങാവാൻ മനുഷ്യകരങ്ങൾക്ക് സാധിച്ചു തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന വായനാശീലത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല? മനസ്സ് തുറന്ന് വായിക്കാൻ കഴിയുന്ന ഒരു മികച്ച വായനക്കാരനാകാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു അവസരമാണ് ചിദംബരസ്മരണ എന്നതിൽ സംശയം വേണ്ട. വായനയാവട്ടെ ലഹരി.